ആസന്നമായിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ മെയ് മാസം പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ കളക്ഷൻ ക്യാമ്പയിൻ ജൂൺ മാസം വരെ നടത്തി. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ താഴെത്തട്ടിൽ പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ നടത്തി. അതോടൊപ്പം സംഘടനാ സംവിധാനം കോർപ്പറേഷൻ വാർഡ് അടിസ്ഥാനത്തിലും വാർഡിന് താഴെ ഭാഗം അതായത് ബൂത്ത് അടിസ്ഥാനത്തിലും സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം ചിട്ടപ്പെടുത്തി എടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 45 വർഷക്കാലമായി തിരുവനന്തപുരം നഗരം ഭരിക്കുന്ന LDF ഭരണസമിതിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി മുന്നോട്ട് പോയി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൽ BJP കൗൺസിലർമാർ നടത്തിയിട്ടുള്ള 5 വർഷത്തെ ശക്തമായ പോരാട്ടങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി കൗൺസിലിന് പുറത്ത് കഴിഞ്ഞ 5 വർഷക്കാലവും ശക്തമായിട്ടുള്ള കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയുടെ കാലത്തും ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റിയുടെ കാലത്തും ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിലും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ ഈ ഭരണം അവസാനിപ്പിച്ചേ പറ്റൂ, അവസാനിച്ചാൽ മാത്രമേ തിരുവനന്തപുരം നഗരം രക്ഷപ്പെടൂ എന്നുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. കഴിഞ്ഞ മാസം ഒരു മാസക്കാലം എല്ലാ വീടുകളും സന്ദർശിച്ച് വികസിത അനന്തപുരി എന്ന സന്ദേശം, അതോടൊപ്പം തന്നെ വികസിത കേരളം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടറിനടുത്തുള്ള രാജാജി നഗറിലെ ദുരവസ്ഥ, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥ നേരിട്ട് എത്തുകയും അവിടെ ജനങ്ങളുമായി സമ്പർക്കം ഏർപ്പെടുകയും അവരിൽ നിന്ന് കിട്ടിയ നിവേദനങ്ങളടക്കമുള്ള ഒരു സമ്പർക്കം നടത്തിക്കൊണ്ടാണ് സമ്പർക്ക പരിപാടി തിരുവനന്തപുരത്ത് തുടങ്ങിയത്. കഴിഞ്ഞ മാസം 31-ാം തീയതി സമ്പർക്കം അവസാനിപ്പിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ഏകദേശം ഭൂരിപക്ഷം വീടുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരാൻ കഴിയുന്ന തരത്തിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജനങ്ങളുടെ ചിന്ത അങ്ങനെയാക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടെ കാണുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പട്ടിക ജില്ലാ കമ്മിറ്റിക്ക് എത്തിയിട്ടുണ്ട്. കോർ കമ്മിറ്റി അത് കൃത്യമായും നോക്കി സംസ്ഥാന കമ്മിറ്റിക്ക് ഉടൻ തന്നെ അയക്കും. 2 ദിവസത്തിനകത്ത് BJPയുടെ ആദ്യ പട്ടിക, സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷയുള്ളത്. തിരുവനന്തപുരത്തെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം നഗരം മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാന നഗരങ്ങൾക്കൊപ്പം ഉയർന്നിട്ടുണ്ടോ എന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാന ജില്ലകളുടെ വികസനത്തിനൊപ്പം ഈ മഹാനഗരം, ഈ തിരുവനന്തപുരം നഗരം, ഈ പൈതൃക നഗരം എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പൊതുസമൂഹം ചിന്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ 22-ാം തീയതി, കഴിഞ്ഞ മാസം 16-ാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്തെ പൊതുസമൂഹവുമായിട്ടുള്ള ചർച്ച, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി നേതൃത്വം നൽകിയ ഒരു ചർച്ച ഞങ്ങൾ നടത്തുകയുണ്ടായി. വിവിധ വിഭാഗങ്ങളിലെ ജനങ്ങൾ, പൊതുസമൂഹം പങ്കെടുത്തതിൽ ഭൂരിപക്ഷം പേരും തിരുവനന്തപുരത്തെ നഗരത്തിന്റെ വികസനം വഴിമുട്ടി നിൽക്കുന്നു, അതിൽ വളരെ വിഷമകരമായിട്ടുള്ള പല അഭിപ്രായങ്ങളുമാണ് വന്നത്. സംസ്ഥാന അധ്യക്ഷൻ അതെല്ലാം ആ സജഷൻ, ഇനിയുള്ള വികസനം എങ്ങനെ വേണമെന്നുള്ള ആ സജഷനൊക്കെ എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ
തിരുവനന്തപുരം നഗരത്തിനെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പ് നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അതോടൊപ്പം തന്നെ ഈ വികസന സന്ദേശം, വികസിത അനന്തപുരി സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി മറ്റന്നാൾ നവംബർ 5-ാം തീയതി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം കൊടുക്കുന്ന പദയാത്ര, വിവിധ പദയാത്രകൾ ആരംഭിക്കുകയാണ്. നവംബർ 5 മറ്റന്നാള് നിയമനിയോജക മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിലും, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലും, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി മുൻ DGP കൂടിയായിട്ടുള്ള ശ്രീമതി ശ്രീലേഖയുടെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് സംഘടനാ മണ്ഡലത്തിലെ വാർഡുകളിലും, BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ VV രാജേഷ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ പട്ടം ഭാഗങ്ങളിലുള്ള സംഘടനാ മണ്ഡലത്തിലും, സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് കോവളം മണ്ഡലത്തിലെ കോർപ്പറേഷൻ വാർഡുകളിലും, ആറ്റുകാൽ സംഘടനാ നിയമനിയോജക മണ്ഡലത്തിലെ വാർഡുകളിലും കേന്ദ്രീകരിച്ചു, ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലും പദയാത്രകൾ സംഘടിപ്പിക്കുകയാണ്. ഈ പദയാത്ര എന്ന് പറയുമ്പോൾ വികസിത അനന്തപുരി സന്ദേശ പദയാത്ര എന്ന പേരിലാണ് നടത്തുന്നത്. ഈ നവംബർ 11 ഈ പദയാത്രകൾ അവസാനിക്കും. ഈ അവസാനിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഇടയിൽ BJPയുടെ വികസിത അനന്തപുരി എന്നുള്ള സന്ദേശം എത്തിക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് 6 നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ പദയാത്രകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് അറിയിക്കാനാണ് നിങ്ങളെ ഇന്ന് വിളിച്ചത്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരം കോർപ്പറേഷൻ അധികാരത്തിൽ വരിക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി ആണ് മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ള ശുഭ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തിരുവനന്തപുരത്തെ പൊതുസമൂഹവും ജനങ്ങളും, സാധാരണ ജനങ്ങളും തിരുവനന്തപുരത്തിന് വലിയ വികസനം ആഗ്രഹിക്കുന്നു. ഈ പൈതൃക നഗരത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ ഒന്നായി തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ പിന്നിൽ അണിനിരക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തിരുവനന്തപുരം നഗരത്തില് UDF, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ഒരു വെല്ലുവിളിയല്ല. ഞങ്ങൾക്കത് ഒരു വെല്ലുവിളിയായി ഞങ്ങൾ കാണുന്നില്ല. തിരുവനന്തപുരം നഗരത്തിലെ തെരഞ്ഞെടുപ്പിലുള്ള പോരാട്ടം എന്ന് പറയുന്നത്, മത്സരം എന്ന് പറയുന്നത് LDFും NDAയും തമ്മിലായിരിക്കും. 2010 മുതൽ 2015 മുതൽ കാണുന്നത് അതാണ്. നിങ്ങൾക്കറിയാം, 2015 BJPക്ക് 35 സ്ഥലങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞു. 2020 35 സ്ഥലങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞു. കോൺഗ്രസിന് വളരെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. 8-10 സീറ്റ് പോലും കിട്ടാതെ കോൺഗ്രസ് 8 സീറ്റിലേക്ക് ഒതുങ്ങി. തിരുവനന്തപുരത്തെ വാർഡുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകര് ഭൂരിപക്ഷം വാർഡുകളിലും കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾക്കൊരു വെല്ലുവിളിയെ അത് നമ്മൾ കാണുന്നില്ല. ഇത് കോൺഗ്രസ് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു നാടകം മാത്രമായിട്ടാണ് BJP ഇത് കാണുന്നത്. മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർക്കുണ്ടല്ലോ. പ്രഖ്യാപിച്ചോട്ടെ. അത് അങ്ങനെയൊന്നും വലിയ ഗൗരവമായി കാണുന്നില്ല. K മുരളീധരൻ വന്ന് അദ്ദേഹം ഒരു മേയർ സ്ഥാനാർത്ഥി, ഒരു മുൻ MLA ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വലയിൽ വീഴുന്ന ജനങ്ങളല്ല തിരുവനന്തപുരം നഗരത്തിലുള്ളത്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ സ്പന്ദനം ഒരു വികസനമുള്ള അനന്തപുരി തന്നെയാണ്. അത് സാധ്യമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതീക്ഷ. മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് BJPക്ക് അതൊന്നും വലിയൊരു പ്രശ്നമായി കാണുന്നില്ല.
തെരഞ്ഞെടുപ്പിലൂടെ അത് വനിതാ വാർഡായി മാറി. പ്രതിപക്ഷ നേതാവിന്റെ വാർഡ് ഉൾപ്പെടെ വനിതാ വാർഡായി മാറിയിരിക്കുകയാണ്. അപ്പം സ്ഥാനാർത്ഥിക്കാൻ എങ്ങനെയാണ്? അത് സ്വാഭാവികമാണല്ലോ. വനിതാ സംവരണം മാറിക്കൊണ്ടിരിക്കുമല്ലോ. ആ പ്രവണത നമ്മൾ എല്ലാ കാലഘട്ടങ്ങളിലും അതിജീവിക്കാൻ നമുക്ക് കഴിയും. BJPയുടെ 33 കൗൺസിലർമാർ, 33 കൗൺസിലർമാർ, ആ കൗൺസിലർമാരുടെ പെർഫോം നല്ല രീതിയിൽ വാർഡുകളിൽ അവർ ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. ഈ നഗരസഭയുടെ മേയറുടെ നേതൃത്വത്തിലുള്ള അവരുടെ സഹകരണം ഇല്ലെങ്കിൽ തന്നെയും നിസ്സഹകരണമായിരുന്നു. BJPയുടെ വാർഡുകളിലെ വികസനം കൊണ്ടുവരുന്നതിനും കോർപ്പറേഷന്റെ പദ്ധതികൾ കൊണ്ടുവരുന്നതിനും അവരെല്ലാം തടയിട്ടിരുന്നു. പക്ഷെ അതിനേക്ക് അതിജീവിച്ചുകൊണ്ട് എല്ലാ കൗൺസിലർമാരും, BJPയുടെ കൗൺസിലർമാരും ജനങ്ങളോടൊപ്പം നിന്നും അവർ നല്ല രീതിയിൽ വികസനം കാഴ്ചവെച്ചിട്ടുണ്ട്. സംവരണം വന്നതുകൊണ്ട് സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞാൽ നമുക്ക് ജനങ്ങളെ BJP അംഗീകരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് BJP സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖലയിൽ സൊസൈറ്റികളിൽ നിന്ന് വാർഡുകൾ സൊസൈറ്റികളിൽ നിന്നും ലോൺ എടുത്തവർ അത് തിരിച്ചടയ്ക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ലോൺ എടുക്കാതെ പല സാധാരണ ജനങ്ങളെല്ലാം ലോൺ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിന് ആശ്രയം എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകൾ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള സഹകരണ മേഖലയിലെ പരാജയം അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഒരു അധംപതനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം സൊസൈറ്റികളിലൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ രണ്ട് ബാങ്കും അതിജീവിച്ച് വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തടസ്സമായി കാണുന്നില്ല. അത് ഞാൻ അന്ന് പറഞ്ഞു. അദ്ദേഹം ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പറയുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, ഒരു IT സെൽ ഭാരവാഹിയുണ്ട്, അതോടൊപ്പം നിരവധിയായ BJP നേതാക്കളും പ്രവർത്തകരും എടുത്തതിന്റെ ലിസ്റ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പുറത്തുള്ളതാണ് അദ്ദേഹം. അല്ല, അത് അദ്ദേഹം അതിനെ സംബന്ധിച്ചിടത്തോളം BJP ഭയക്കുന്നില്ല. കാരണം ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കണം എന്ന് തന്നെയാണ് BJPയുടെ തത്വം. അത് അങ്ങനെ ചെയ്യണമല്ലോ. അപ്പം അതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് കാണുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി തരണം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ചെയ്തു. അത് BJP സംബന്ധിച്ചിടത്തോളം അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായും അല്ലെങ്കിൽ ജനങ്ങളത് എതിരാവും എന്നുള്ളത് പ്രതീക്ഷ ഞങ്ങൾക്കില്ല. ഈ ആരോപണങ്ങൾ കൗൺസിലർമാരെ ലോൺ എടുത്തിരിക്കുന്നു, അത് തിരിച്ചടച്ചില്ല. ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ നേരത്തെ ഈ തിരുവല്ലാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അത്ര ആരോപണം ഉണ്ടായിരുന്നു. ഒരു പ്രധാന നേതാവാണ്, അതായത് BJPയുടെ അനന്തപുരിയിലെ തന്നെ പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള നേതാവാണ്. ഇങ്ങനെയുള്ള വിമർശനം BJP ലോൺ എടുക്കാത്തത് നമ്മളിപ്പം സാധാരണ ജനങ്ങൾ, സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാരല്ല ലോൺ എടുക്കാത്ത ആരെയുണ്ട്. ലോണൊക്കെ സമയത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ അതൊരു വലിയൊരു ആഗോള പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. അത് ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലെത്തും. അത് തന്നെയാണ്. അല്ലാതെ അത് വലിയൊരു പ്രശ്നമായും തെരഞ്ഞെടുപ്പ് പ്രശ്നമായിട്ടൊന്നും തിരുമലനിൻ്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ കാര്യമാണ്. അത് ഞാൻ അന്ന് തന്നെ ഇവിടെ വെച്ചുള്ള പത്രസമ്മേളനത്തിൽ കൃത്യമായി അത് പറഞ്ഞു. അതൊന്നും ജില്ലാ കമ്മിറ്റിക്ക് അറിയില്ല. അദ്ദേഹം അന്വയിപ്പിക്കാൻ അദ്ദേഹം വേറെ അതൊന്നും ഞങ്ങളതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അതെനിക്ക് ഞാൻ അതിനെക്കുറിച്ച് അറിയില്ല. അദ്ദേഹത്തെ അനുനയിപ്പിക്കുവാനുള്ള ഒന്നും പാർട്ടി തീരുമാനമൊന്നും എനിക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ട് പലരും ബന്ധപ്പെട്ടിരിക്കും. അതുമായി പലപ്പോഴും പലരും ബന്ധപ്പെടാറുണ്ട്. അതുമായി അത് പല ബന്ധങ്ങളും അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹം പാർട്ടിക്കകത്ത് തന്നെ നിൽക്കുന്ന ആളാണ്. എയിംസ് തിരുവനന്തപുരത്ത് വേണം, പാറശാല മണ്ഡലത്തിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ എയിംസ് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് സിറ്റിക്കകത്ത് വരികയാണെങ്കിൽ ആവും. നിങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് BJP നേതാക്കൾ എല്ലാ ജില്ലകളിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എയിംസ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി തൽക്കാലം കേന്ദ്രം തരുന്നത് വരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴത്തെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാറ്റമില്ല. അത് തിരുവനന്തപുരത്ത്
കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽ തേരിയിൽ 250 ഏക്കറിലധികം ആ തുറന്ന ജയിലുള്ള ആ സ്ഥലത്ത് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ശക്തമായി നിൽക്കും. കാരണം കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം നിഷ്പക്ഷമായി എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര വിദഗ്ധ സംഘം അവിടെ സന്ദർശിച്ച് അതിന് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം, എയിംസ് വരാൻ അനുയോജ്യമായ സ്ഥലം കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽ തേരിയിലെ ഓപ്പൺ ജയിൽ ഇരിക്കുന്ന ഭാഗത്ത് വെറുതെ കിടക്കുക. ഞാൻ പാറശാല നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത് ആ സ്ഥലം നിരവധി പ്രാവശ്യം പോയി കണ്ടിട്ടുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ എയിംസ് തിരുവനന്തപുരത്ത് വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഞാൻ പാറശാല ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്, തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. അത് സാധ്യമാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷനോട് ഞാൻ വീണ്ടും അവർ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് കൊണ്ടുവരണം തന്നെയാണ്. ആ തിരുവനന്തപുരത്ത് വരിക എന്നുള്ളതിനാണ് ലക്ഷ്യം. കാരണം തിരുവനന്തപുരത്താണ് അത് വരാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ഒരു മെഡിക്കൽ ഹബ്ബുള്ളത് തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വരണം എന്നുള്ളതിനാണ്. അതിന് മാറ്റം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കും ഇല്ല. കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി ശക്തമായ സമരം അതിനുവേണ്ടി നടത്തിയിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ ഏത് മാറ്റില്ല. എയിംസ് തിരുവനന്തപുരത്ത് വരണം, തലസ്ഥാനത്ത് വരണം എന്നതാണ്. തലസ്ഥാനത്തിൻ്റെ വികസനം തന്നെയാണ് BJP ലക്ഷ്യമാക്കുന്നത്. മറ്റ് ജില്ലകളെ പോലെ തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. അത് വലിയൊരു ലക്ഷ്യം BJPക്കുണ്ട് വികസനവുമായി ബന്ധപ്പെട്ട്. അത് എയിംസും ഉൾപ്പെടും, പൂവാർ കപ്പൽശാല ഉൾപ്പെടും. നിരവധി ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കുണ്ട്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് പ്രത്യേകിച്ചും യുവാക്കൾ പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട്, പലരും ഫോൺ വഴി ബന്ധപ്പെടുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും യുവാക്കൾ. തിരുവനന്തപുരത്തിൻ്റെ വികസനം വളരെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യം. അതിന് എയിംസും അതിൽപ്പെടും. നാളെ തൊട്ട് ചർച്ച തുടങ്ങി. നാളെ തൊട്ട് BDJS, ശിവസേന, കാമരാജ് കോൺഗ്രസ് അടക്കമുള്ള ഘടകകക്ഷികളുമായിട്ട് ചർച്ച തുടങ്ങുകയാണ്. എന്തായാലും 2 ദിവസത്തിനകത്ത് ആദ്യ പട്ടിക പുറത്തു വരും. പ്രധാന നേതാക്കന്മാരെല്ലാം മത്സര രംഗത്തുണ്ടാവും. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ഥാനത്തിലാവും. സംസ്ഥാന അധ്യക്ഷൻ 5-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. 5-ാം തീയതി തന്നെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 6-ാം തീയതി. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടിയും ഞങ്ങൾ ഭരണത്തിൽ വരാൻ വേണ്ടിയുള്ള എല്ലാ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ കാണണം എന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്.